ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ടർ എന്ന സീരീസിന് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഡസ്റ്റിൻ ഡാനിയൽ ക്രിയേറ്റ് ആൻഡ് ഡയറക്ട് ചെയ്ത ടോം ഹോളൻഡ്, സെൻഡയ, ജോൺ ബർട്ട്മെൽ, നമ്മുടെ പണിഷർ, അതേപോലെ മാർക്ക് റഫല്ലോ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മോർ ഓഫ് എ പീറ്റർ പാർക്കർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മൾ ഇതുവരെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ഫൈറ്റ് കണ്ടിട്ടുണ്ട്, സ്പൈഡർമാൻ്റെ ആക്ഷൻ കണ്ടിട്ടുണ്ട്, സ്പൈഡർമാൻ്റെ സ്വാഗ് കണ്ടിട്ടുണ്ട്, സ്പൈഡർമാൻ്റെ ഫൺ കണ്ടിട്ടുണ്ട്. ബട്ട് വാട്ട് ഇഫ് വി വോണ്ട് ടു സീ പീറ്റർ പാർക്കർ ആസ് എ ഹോൾ ക്യാരക്ടർ? അതാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നുന്നത്. കാരണം ഇതിൽ പീറ്റർ പാർക്കറിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ പുള്ളി ചെയ്യുമ്പം, അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫ് കുറേ ഫേസസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന്റ്മയുടെ മരണം. ഈ സിനിമ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നോവേ ഹോം കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ നോവേ കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. സോ നോവേ ഹോം കണ്ടവർക്കറിയാം, എല്ലാവരും പീറ്റർ പാർക്കറിനെ മറന്നു കഴിഞ്ഞു. സോ പുള്ളി പറ്റയ്ക്കാണ്, പുള്ളി ആർക്കും അറിഞ്ഞുകൂടാ, പുള്ളിയുടെ എക്സിസ്റ്റൻസ് തന്നെ ആർക്കും അറിഞ്ഞുകൂടാ. സ്പൈഡർമാനെ മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ. സോ ആ ഒരു ലൈഫ് പുള്ളി എങ്ങനെ അതിനെ കോപ്പപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, വാട്ട് ഈസ് ഹിസ് മെൻ്റൽ സ്റ്റാറ്റസ്, എന്താണ് മെൻ്റലി എങ്ങനെയാണ് പുള്ളി എന്നൊക്കെ ഉള്ളതാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആക്ച്വലി. ഇതിൽ പറയുന്നൊരു മോണോലോഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് ആരോടാണ് എപ്പോഴാണ് പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇഫ് യു ലോസ് സംവൺ സോ സ്പെഷ്യൽ ആൻഡ് യു ആർ അലോൺ, then it's not necessary that you should do it alone. You can talk with people, you can make a human connection എന്ന് പറഞ്ഞു വരുന്ന ഒരു മോണോലോഗുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ഡയലോഗാണ്. കാരണം സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കോട്ട്സ് ഉണ്ട് സ്പൈഡർമാൻ്റെ. ഇതിനകത്ത് തന്നെ പറയുന്ന കുറേ കോട്ട്സ് ഉണ്ട്. ലൈക്ക് സ്പൈഡർമാൻ ഷുഡ് ഡു സംതിങ് ദാറ്റ് വിൽ ബ്രേക്ക് ഹിസ് ഹാർട്ട് ബട്ട് ഐ ആം സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്ന കുറേ കോട്ട്സ് ഉണ്ട്. ഇതിനകത്ത് കുറേ സീൻസ്, ഇൻസ്റ്റൻസസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി സ്പൈഡർമാൻ പോലെ വലയിടുന്നതല്ല, പക്ഷെ അല്ലാതെ കുറേ ഇൻസിഡൻസും ഒക്കെ എനിക്ക് ഭയങ്കര റിലേറ്റബിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു കിടിലം പടം. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക, 3Dയിൽ കാണുക. ഞാൻ അതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു 3D എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇതിൽ ഭയങ്കര ആക്ഷൻ. നമ്മൾ ഒരു വൺ സെൻറ്റൻസിൽ ഈ സിനിമയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഈസ് എൻ ഇമോഷണലി ചാർജ്ഡ് മൂവി വിത്ത് ആംപിൾ ആക്ഷൻ റിക്വയർഡ് ഫോർ എ സ്പൈഡർമാൻ ഫാൻ. വിസിൽ വർത്തി മൊമെന്റ്സ് ഉണ്ട്, ഗൂസ് ബംസ് വരുന്ന മൊമെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതെല്ലാം കൊണ്ട് പാക്ക് ചെയ്ത ഒരു എൻ്റർടൈനർ. അതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ബട്ട് ഇറ്റ് സ്പീക്സ് മോർ അബൌട്ട് പീറ്റർ പാർക്കർ, ലൈക്ക് ഹൗ ഹീ ഈസ്. ബിക്കോസ് പീറ്റർ പാർക്കർ ഇല്ല, പീറ്റർ പാർക്കറിന് മാത്രമേ പീറ്റർ പാർക്കറിനെ കുറിച്ച് ഓർമ്മയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ അതെങ്ങനെ പുള്ളി കോപ്പപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഇതിലൊരു ഏത് സീനാണ് ഞാൻ പറയുന്നില്ല, ഏത് ക്യാരക്ടറാണെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു മോണോലോഗ് ഉണ്ട് ഇതിനകത്ത്. ഒരു മോണോലോഗല്ല, ഒരു സീനുണ്ട്. പുള്ളി സ്വിങ് ചെയ്യാണ്, സ്പൈഡർമാൻ സ്വിങ് ചെയ്യാണ്, സ്പൈഡർമാൻ്റെ കൂടെ വേറൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ സ്വിങ് ചെയ്യുന്ന സമയത്ത് മൊത്തം സൈലൻസ് ആണ്, ആ സ്വിങ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. സ്പൈഡർമാൻ മാസ്കിലാണ്, പക്ഷേ പുള്ളിയുടെ ഇമോഷൻ എന്താണെന്ന് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം നമ്മൾ സ്പൈഡർമാനോട് കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പുള്ളി ആ സമയത്ത് സ്വിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും എനിക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്തു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. സ്പൈഡർമാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ മാത്രമല്ല. ഞാൻ കൊച്ചിലെ തൊട്ട് കണ്ടുവന്ന ക്യാരക്ടറാണ്.
പിന്നീട് പുള്ളി പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും പുള്ളിയുടെ ഫേസ് ലൈഫിലെ പല ഫേസസ് ആണെങ്കിലും അത് ടോം ഹോളണ്ട് എന്നല്ല, ടോബി മെഗ്വറിന്റെ സ്പൈഡർമാൻ ആണെങ്കിലും ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ ആണെങ്കിലും അത് തന്ന ഒരു റിയലൈസേഷൻസ് ഉണ്ട് നമുക്ക് അബൌട്ട് ലൈഫ്. ഞാൻ പറയുമ്പോൾ ഫിലോസഫി ആക്കും, പക്ഷെ ദാറ്റ്സ് അബൌട്ട് ലൈഫ്. ആ ലൈഫിനെ കുറിച്ചുള്ള കുറേ റിയലൈസേഷൻസ് ഞാൻ ഈ സിനിമകളിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതെൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവും. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത വീഡിയോ കാണുന്നവരെ